ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ ബിരിയാണിയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണേ. ഇന്ന് നമുക്ക് കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായ ചിക്കൻ അല്പം ചിക്കൻ നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്ത് അതിലോട്ട് ഞാൻ 3/4 കിലോ അരിക്കുള്ള ചിക്കനാണ് എടുത്തിരിക്കണം. അതിലോട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അടിച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കും. അതിലൊരു 2 സ്പൂണ് തൈര്, അത് അധികം പുളിപ്പില്ലാത്ത തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലോട്ട് അല്പം ഉപ്പ്, ഇതെല്ലാം കൂടി നമ്മൾ നല്ല വിരവി നല്ല സെറ്റാക്കി എടുത്തിട്ട് നമ്മളിത് എന്ത് ചെയ്യും, ഫ്രിഡ്ജിൽ വയ്ക്കും. ഫ്രിഡ്ജിൽ വയ്ക്കും. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ആവശ്യം സവാള 2-3 സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത്, അത് പിന്നെ നെയ്യ്, കിസ്മിസ്, ഇതെല്ലാം ആവശ്യമുണ്ട്. അതിനുശേഷം ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണിത്. ഒരു കുക്കർ എടുത്ത് വെച്ച് 2 സ്പൂണ് നെയ്യ്, അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കും. എന്നിട്ട് നമ്മൾ ഈ ഈ കുറച്ച് സവാള എടുത്ത് അതിലിട്ട് നമ്മൾ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടി പൊരിച്ചെടുത്ത് കിസ്മിസൊക്കെ ഇട്ട് പൊരിച്ചെടുത്ത് നമ്മൾ ഡെക്കറേഷൻ ചെയ്യില്ലേ, അതിന് വേണ്ടിയുള്ളത് വറുത്തെടുക്കും. അത് വറുത്തെടുത്ത് നമ്മൾ നല്ല മൊരിഞ്ഞ് വരുമ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, വറുത്തെടുത്ത് അതിനെ ഒരു പാത്രത്തിലോട്ട് വയ്ക്കും. അതിനുശേഷം ആ എണ്ണയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ എണ്ണയിൽ തന്നെ ഈ പട്ട, ഗ്രാമ്പൂ, ഇല എല്ലാം കൂടി ഇട്ട്, ഏലക്ക അതെല്ലാം കൂടി ഇട്ടിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ എടുത്ത സവാള എല്ലാം കുറച്ച് മിച്ചമുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കും. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സ്മെല്ലൊക്കെ പോവാൻ കണക്കാക്കി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് വീണ്ടും എടുത്ത് കൊടുക്കും. അതിൻ്റെ സ്മെല്ലും വേണം, ഒന്നുകൂടി വഴറ്റി കൊടുക്കും. അത് കഴിഞ്ഞ് ആ സ്മെല്ലൊക്കെ പോയതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു തക്കാളി എടുത്ത് വെച്ചാൽ അതിട്ട് അതും ഒന്ന് സെറ്റാവണ വരെ നമ്മൾ വഴറ്റി കൊടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ഉപ്പ് ഒക്കെ ഇട്ട് കൊടുക്കും. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ആ ചിക്കൻ എടുത്ത് ഇതിലിട്ട് കൊടുക്കും. ഇതിലിട്ടതിന് ശേഷം അതിലോട്ട് കുറച്ച് അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക്, ഞാൻ ചെറിയ സ്പൂണാണ് ഇതിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ സ്പൂണിൻ്റെ പകുതി മുളക് പൊടി, അതിൻ്റെ പകുതി മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കും. ഇതിൽ നമ്മൾ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് വീഴ്ത്തുന്നുണ്ട്, അല്പം 2-3 തുള്ളി നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് വീഴ്ത്തുന്നുണ്ട്. അതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതിലോട്ട് ഇതിൽ പിന്നെ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ മൂടി ഉപയോഗിച്ച് നമ്മൾ അടച്ച് വയ്ക്കും. ഇതിൽ നമ്മൾ വെയിറ്റ് ഇടൂല, വെയിറ്റ് ഇട്ടുന്ന മുമ്പേ ഈ ആവി വരണ വരെ നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ചിരിക്കും. ആവി വന്നതിന് ശേഷം നമ്മളത് മൂടി മാറ്റിയതിന് ശേഷം നോക്കുമ്പോൾ ചിക്കൻ എല്ലാ സ്മെല്ല്, മുളകിൻ്റെ, മല്ലിപ്പൊടിയൊക്കെ സ്മെല്ലൊക്കെ മാറി നല്ല സെറ്റായിരിക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ 3/4 കിലോ അരി കുതിരാൻ വച്ചിട്ടുണ്ടായിരുന്നു. ആ അരി കഴുകിയെടുത്ത് നമ്മൾ ഇതിലോട്ട് തട്ടിക്കൊടുത്തതിന് ശേഷം നേരത്തെ കുറച്ച് ചൂടുവെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും. കണക്കൊക്കെ എനിക്ക് പറയാമെന്ന് വെച്ചാൽ ഈ അരിയെക്കാട്ടും കുറച്ച് മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ സവാള, കിസ്മിസ്, അതെല്ലാം ഇട്ട് കൊടുക്കും. അതിനുശേഷം 2 സ്പൂണ് തൈര്, പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത് മസാല അതിട്ട് കൊടുക്കും. പിന്നെ ഉപ്പിട്ട് കൊടുക്കും. ഉപ്പാണ് മസ്റ്റ്. നമുക്ക് പിന്നെ അതിൽ ഉപ്പ് ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പം തന്നെ നമ്മൾ കണക്കിനുള്ള ഉപ്പിട്ട് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കി നമ്മളത് മൂടി ഉപയോഗിച്ച് അടച്ച് വയ്ക്കും. അടച്ച് വച്ചിട്ട് നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്ത് ഒരു വിസിൽ കേൾക്കണ വരെ നമ്മൾ ഈ കുക്കർ വച്ചിക്കും. എന്നിട്ട് തീ ഓഫ് ചെയ്യും. എന്നിട്ട് 10 മിനിറ്റ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും.
റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മൾ അത് തുറന്ന് നോക്കുമ്പം ബിരിയാണി നല്ല സൂപ്പറായിട്ടിരിക്കും. അടി പിടിക്കുക ഒന്നും ചെയ്യൂല. നല്ല സൂപ്പർ ബിരിയാണി ആയിരിക്കും. ഞാൻ ഇതിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചതും സലാഡും പപ്പടമൊക്കെ ഉപയോഗിക്കും കഴിക്കാൻ. നിങ്ങൾക്ക് എന്ത് വേണോ വെച്ച് കഴിക്കാം. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.